കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. അതായത് നൈറ്റി ഫ്രോക്കാണ് നമ്മൾ മെയിനായിട്ട് ഇൻസ്പോ ഫാഷൻ്റെ അകത്ത് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് നൈറ്റി ഫ്രോക്ക് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മോഡലുകൾ ചേഞ്ച് ചെയ്യുന്നു, കുറേ കാര്യങ്ങൾ മാറ്റം വരുത്തുന്നു, പ്രിൻറ്റുകൾ മാറുന്നു, അത്രേ ഉള്ളൂ. പിന്നെ നമ്മളുടെ നൈറ്റി മെറ്റീരിയലുള്ളത് അമ്മൂസ് ഫാഷൻസ് എന്ന് പറഞ്ഞ ഷോപ്പുണ്ട് ഞങ്ങൾക്ക് പുത്തുമേൽക്കര ബസാർ എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് പുത്തുമേൽക്കരയുടെ ഹൃദയഭാഗമായിട്ടുള്ള വരുന്ന ഭാഗത്ത്. അപ്പോൾ അത് കൺഫ്യൂസ്ഡ് ആയി പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇനി വരുന്ന വീഡിയോസിൽ മുകളിൽ കൊടുക്കുന്ന 2 നമ്പറുകളും ഇൻസ്പോ ഫാഷനിൽ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ, അതായത് ഇവിടേക്ക് ഓർഡർ ചെയ്യാനും മറ്റുള്ള മെസ്സേജ് ചാറ്റിങ് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാനാണ്. അതേപോലെ താഴെ വരുന്ന നമ്പർ നമ്മളുടെ നൈറ്റി മെറ്റീരിയൽ കാണാനും നൈറ്റി മെറ്റീരിയലുകളെ പറ്റിയുള്ള വിവരങ്ങൾ അറിയാനും വേണ്ടിയുള്ള നമ്പറാണ്. അപ്പോൾ ഇതൊന്ന് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു നമ്പറും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, കോൺടാക്ട് നമ്പർ. ഇതിങ്ങനെ സംഭവിക്കാറുണ്ട്. അതായത് മെസ്സേജുകൾ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ചില മെസ്സേജുകൾ ശ്രദ്ധിക്കപ്പെടില്ല. അപ്പോൾ പല സമയത്തും അങ്ങനെ വരുമ്പോൾ ഇപ്പം ഇന്ന് കാലത്ത് ഒരു കമൻറ്റ് കണ്ടിരുന്നു. അപ്പോൾ അതായത് നമ്മളുടെ മെസ്സേജിന് റിപ്ലൈ കൊടുത്തില്ല എന്ന്. സത്യമാണ്, റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ മാഡം ഇന്ന് പർച്ചേസ് ചെയ്യുകയും ചെയ്തു. അതിന് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഈ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് മെറ്റീരിയൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ മെറ്റീരിയലിന് വേണ്ടി ഒന്ന് ചാറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കോളും അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. സമയം അനുസരിച്ച് അവിടെ നല്ല തിരക്കാണെങ്കിൽ നിങ്ങൾ റിട്ടേൺ തിരിച്ച് വിളിക്കും അവർ. അതല്ല എങ്കിൽ മാഡം ഞങ്ങൾ വിളിക്കാമെന്ന് പറയും, അല്ലെങ്കിൽ ഞങ്ങൾ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് വിളിക്കുമോ ചോദിക്കും. ഏത് രീതിയിലായാലും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. അതായത് ആ സമയത്ത് ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, വേറെ കസ്റ്റമറുള്ള ഷോപ്പായതുകൊണ്ട് വാക്കിൻ കസ്റ്റമർ നമുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ചിലപ്പോൾ എല്ലാവരും ഫ്രീ ആയിരിക്കില്ല. പിന്നെ ഓണം സീസണും കൂടിയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. എന്നാലും നിങ്ങളെ എല്ലാം വാല്യുബിൾ തന്നെയാണ് ഞങ്ങൾക്ക്. ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. മേ ബി ഇനി എന്തെങ്കിലും സംഭവിച്ചിട്ട് ഞങ്ങളുടെ കണ്ണിൽപ്പെടാതെയോ അത് ഞങ്ങളിൽ നിന്ന് റിസൾട്ട് കിട്ടാതെയോ വന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് വീണ്ടും ഞങ്ങളോട് പറയാം, പരാതി പറയാം. ആ പറഞ്ഞ നമ്പർ ഒരു കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ, അത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മളതായിരിക്കും അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഏകദേശം ഒരു നൈറ്റ് 10 o'clock വരെ വിളിക്കാം. എന്ത് സംഭവിച്ചാലും നമ്മളത് സോൾവ് ചെയ്യും. പിന്നെ നമ്മൾക്കിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 2-3 പാർസലിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഓൾമോസ്റ്റ് സോൾവ് ആയി. അതായത് നമ്മളതിന് പോസ്റ്റ് ഓഫീസ് വഴി കംപ്ലൈൻറ്റ് കൊടുത്തു, അതിപ്പോൾ ക്ലിയർ ചെയ്തു. ഒരു പാർസൽ റിട്ടേൺ ഞങ്ങൾക്ക് വന്ന് വീണ്ടും പാർട്ടിക്ക് കൊടുക്കണം. അത് അങ്ങനെയുള്ള ഒരു പാർസലിൻ്റെ ഇപ്പം ഞങ്ങൾ സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള 1-2 കാര്യങ്ങളുണ്ട്. അപ്പം എന്തായാലും നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളുണ്ടെങ്കിൽ തുറന്ന് പറയണം. കാരണം ബിസിനസ്സാണ്, നമ്മളെല്ലാവരും പണിയെടുത്ത് സമ്പാദിക്കുന്ന പണമാണ്. ആ പണം നമ്മൾ യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതല്ലാത്ത എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും നമുക്ക് ലോസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ തുറന്ന് പറയണം. അതിൽ ഞങ്ങൾക്ക് ഒരു വിഷമമില്ല, സന്തോഷമേ ഉള്ളൂ. സർവീസ് സർക്കാരിൻ്റെ സർവീസാണ്, ഇന്ത്യൻ പോസ്റ്റൽ സർവീസിനെയാണ് ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ എല്ലാ ഫെസിലിറ്റീസും അവിടെയുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ എല്ലാവർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പറിലോ വാട്സപ്പ് നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്ക് തരാനുള്ള ഒരു ഇൻഫർമേഷൻ. പുതിയ മോഡലായിട്ടുള്ള ഫ്രോക്ക് നൈറ്റീസിന്റെ സ്റ്റിച്ചിങ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നമുക്ക് ഓണം വരേക്കും നമുക്ക് പുതിയ മോഡൽസ് ഒക്കെ വരും. ഓണം വരേക്കും എന്നല്ല, ഓണം കഴിഞ്ഞാലും നമ്മൾ ഇവിടെ തന്നെയുണ്ട്. അപ്പൊ നമ്മുടെ പുതിയ മോഡലായിട്ടുള്ള ഫ്രോക്ക് നൈറ്റീസിന്റെ സ്റ്റിച്ചിങ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ട്. നമുക്ക് എപ്പോഴും പുതിയ മോഡലാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരു ധാരണയുണ്ട്, ഓണക്കോടി ഓണം വരെ ഉള്ളൂ, അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ നമ്മുടെ മലയാളികൾ എല്ലാവരും എല്ലാ ദിവസവും പുതിയ വസ്ത്രങ്ങൾ ധരിക്കാനും നമ്മുടെ സൗന്ദര്യ സങ്കല്പത്തിൻ്റെ ഒരു ഭാഗമാണ് വസ്ത്രങ്ങൾ. അപ്പോൾ അതിൻ്റെ പേരിൽ എല്ലാവരും അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. ഓണം വരെയല്ല, ഓണം കഴിഞ്ഞാലും മോഡലുകൾ ഉണ്ടാവും. എപ്പോഴും വെറൈറ്റി കൊണ്ടുവരാൻ ഞങ്ങളുടെ ഇൻസ്പോ ഫാഷൻ്റെ ഒരു കയ്യൊപ്പ് എല്ലാ മോഡലുകളിലും ഉണ്ടാവും. ആ മോഡലുകൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുമ്പോൾ നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റെസ്പോൺസ് അത് ഞങ്ങൾ വീണ്ടും ഊർജ്ജസ്വലരാക്കുകയാണ് അത് അടുത്തതിലേക്ക് വരാനായിട്ട്. അപ്പോൾ ആ ഒരു പ്രോത്സാഹനം എന്നും നിങ്ങളിൽ നിന്നുണ്ടാവണം. അത് ഈ വാട്സപ്പിൽ പറയുന്നത് കുറച്ചും കൂടി സോഷ്യൽ മീഡിയയിലേക്കും കൂടി വന്നാൽ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ഓരോ ദിവസം നമ്മളൊരു ഫ്രോക്ക് നൈറ്റീസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 2 മോഡലിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നോക്കും. അപ്പം ഞാൻ എല്ലാ ദിവസവും കൊണ്ടുവരാറൊന്നുമില്ല, ഒരു മോഡൽ മാത്രം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആ മോഡൽ മാത്രമേ കാണിക്കുക. 2 മോഡൽ ഇപ്പം ഇന്ന് തുടങ്ങി
ഞാൻ 2 മോഡൽ ഇട്ട് കാണിച്ചു തുടങ്ങി. അപ്പോൾ നമ്മൾ 2 മോഡൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങളും കൂടി അഭിപ്രായം പറയണം കേട്ടോ, ഏത് മോഡലാണ് നല്ലതെന്ന്. എന്നാലേ എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആവുള്ളൂ ചിലപ്പോഴേ പുതിയ മോഡൽ കണ്ടുപിടിക്കാൻ. ചിലപ്പോൾ ഈ മോഡലുകളിൽ ഞങ്ങൾ രണ്ടുപേരും തമ്മിലൊരു ഡിസ്കഷൻ വരാറുണ്ട്. കാരണം ഇന്ന് കാലത്ത് തന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട മോഡലായിരുന്നില്ല എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതെ, എനിക്ക് വീനക്കിൽ ചെയ്യണതായിരുന്നു ഇഷ്ടം. പക്ഷെ സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ക്രോസ് ചെയ്ത മോഡലായിരുന്നു എനിക്ക് ഇഷ്ടമായത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മോഡൽ ചെയ്താൽ മതി എന്നുള്ള എങ്കിലും ഞാനത് അപ്പൊ ആ ക്രോസ് ചെയ്ത മോഡലാണ് ഫസ്റ്റില് ഞാൻ സജസ്റ്റ് ചെയ്തത്. പക്ഷെ എന്നാൽ കുഴപ്പമില്ല, ഞങ്ങളുടെ ഒരു ആരോഗ്യപരമായ അഭിപ്രായ വ്യത്യാസങ്ങളും അവസാനം അഭിപ്രായ സമന്വയവും അതാണ് ജീവിതം. അതിപ്പോ ബിസിനസ്സിലായാലും വീട്ടിലായാലും ഞങ്ങൾ അങ്ങനെയാണ്, പരസ്പരം പല കാര്യങ്ങൾക്കും വേണ്ടി ചർച്ച ചെയ്ത് ഒരു ഏകാഭിപ്രായത്തിലെത്തും. അതാണ് കുടുംബജീവിതം, അതാണ് ബിസിനസ് ഞങ്ങൾ തമ്മിലുള്ള. ഇനിയും പുതിയ മോഡലുകളും പുതിയ വീഡിയോസുമായി നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ ഇനിയും വരും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു വെരി മച്ച്.